ഹലോ ഫ്രണ്ട്സ്, ഈര സർവണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2024 റിലീസായ തമിഴ് മൂവിയാണ് നന്ദൻ. നന്ദൻ എന്ന സിനിമ നിലവിലുള്ള ഗ്രാമീണ രാഷ്ട്രീയത്തിലെ ജാതി വിവേചനവും അതിലെ പോരാട്ടവും ചിത്രീകരിച്ചിരിക്കുന്നു. ഈ മൂവി തികച്ചും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. കഥ ആരംഭിക്കുന്നത് മരങ്ങാംകുടി എന്ന ഗ്രാമത്തിലാണ്. അവിടെ ഉയർന്ന ജാതിയിൽപ്പെട്ട കോപ്പുലിംഗം തുടർച്ചയായി 2 തവണയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈയാളുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിനായി കോപ്പുലിംഗത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ അവർ തീരുമാനിക്കുന്നു. എന്നാൽ പട്ടികജാതിയിൽപ്പെട്ട നന്ദൻ എന്ന ചെറുപ്പക്കാരൻ തനിക്കും പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. നന്ദനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ഒരു ലോറി അപകടത്തിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. നന്ദന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ ഗ്രാമപഞ്ചായത്ത് ഒരു സംഭരണ മണ്ഡലമായി മാറിയെന്ന് കോപ്പുലിംഗത്തിന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. ഇത് അയാളെ മത്സരിക്കാൻ അയോഗ്യനാക്കുന്നു. കോപ്പുലിംഗത്തിന്റെ വിശ്വസ്തനും പട്ടികജാതിയിൽപ്പെട്ടവനുമായ കൂഴാപ്പാണ എന്നയാളെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോപ്പുലിംഗം പ്രേരിപ്പിക്കുകയും കൂഴാപ്പാണ എതിരില്ലാതെ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ കോപ്പുലിംഗം കൂഴാപ്പാണയുടെ അധികാരത്തെ ദുർബലപ്പെടുത്തുകയും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. കൂഴാപ്പാണയുടെ പേര് ബോർഡിൽ വരുന്നതിനെ ഗ്രാമവാസികൾ എതിർക്കുന്നു. കൂഴാപ്പാണയുടെ യഥാർത്ഥ പേര് അംബേദ് കുമാർ എന്ന് വെളിപ്പെടുമ്പോൾ കോപ്പുലിംഗം ഇടപെടുകയും കൂഴാപ്പാണയെ പിന്തുണയ്ക്കുന്നതായി അഭിനയിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കൂഴാപ്പാണയെ അവമാനിച്ചുകൊണ്ട് കോപ്പുലിംഗം പതാക ഉയർത്തുന്നു. കൂഴാപ്പാണ നീതി തേടി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ സമീപിക്കുന്നു. എന്നാൽ പിന്നീട് ഗ്രാമവാസികളുടെ ഭൂമി തന്റേതാണെന്ന് കോപ്പുലിംഗം അവകാശപ്പെടുകയും ഗ്രാമവാസികളെ അവിടെ തുടരാൻ അനുവദിക്കുന്നതിന് പകരമായി കൂഴാപ്പാണയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വീഡിയോ സംവരണ നിയമങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടും കൂഴാപ്പാണ രാജി സമർപ്പിക്കുന്നു. കൂഴാപ്പാണയുടെ അധികാരത്തിന്റെ പ്രതികാരമായി കോപ്പുലിംഗത്തിന്റെ ആളുകൾ കൂഴാപ്പാണയെയും ഭാര്യ സെൽവിയെയും ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ വീട് നശിപ്പിക്കുകയും അവരെ അവിടെ നിന്ന് ഇറക്കിവിടുകയും ചെയ്യുന്നു. നന്ദന്റെ അച്ഛൻ മരുതമുത്തുവിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോപ്പുലിംഗം നിർബന്ധിക്കുന്നു. എന്നാൽ കോപ്പുലിംഗത്തിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ കൂഴാപ്പാണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. കോപ്പുലിംഗം ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തുകയും കൂഴാപ്പാണയെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി മരുതമുത്തുവിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ടുള്ള കത്ത് വീഡിയോ കണ്ടെത്തുന്നു. ഇത് കൂഴാപ്പാണയെ ഗ്രാമവാസികളുടെ പിന്തുണയോടെ എതിരില്ലാത്ത പ്രസിഡന്റാക്കുന്നു. സിനിമ അവസാനിക്കുന്നത് നേരത്തെ നിരസിക്കപ്പെട്ട ഗ്രാമപ്രസിഡന്റിന്റെ കസാരയിലിരുന്ന് കൂഴാപ്പാണ എന്ന അംബേദ് കുമാർ തന്റെ ആദ്യ ഒപ്പ് രേഖപ്പെടുത്തുന്നതോടെയാണ്. ഇതുപോലുള്ള മൂവീസ് ആൻഡ് ഓൺലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.